അങ്ങനെ എന്റെ കൂടെ ഉമ്രക്ക് പോകുന്നതാണ് ഈ സഫിയത്ത് റസാഖിക്കാട് ഭാര്യ. അങ്ങനെ ഗ്രൂപ്പിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണ കേട്ടിട്ട് സഫിയത്ത് എപ്പോഴെങ്കിലും ആ ഗ്രൂപ്പിൽ നോക്കാറുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ദിവസം എന്താ ഇങ്ങനെ തിരക്കില് റിയാദിൽ നിന്ന് വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ആയിട്ടാണ് എന്ന് അപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അത് എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിച്ചപ്പോ എന്നോട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, സൈനത്തൊന്ന് ഉപയോഗിച്ചു നോക്ക്, അപ്പൊ എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതല്ലേ, മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ എനിക്ക് താല്പര്യമായി. വീട്ടില് ഹസ്ബൻഡിന്റെ അടുത്തും മോന്റെ അടുത്തും പറഞ്ഞപ്പോ അവര് അത്ര ഒരു ഇത് പറഞ്ഞില്ല. എന്താ വെച്ചെങ്കിൽ കുറെ ചികിത്സ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ഒരു റിസൾട്ട് അങ്ങനെ ശരിയായ തോതിൽ കിട്ടാത്ത കാരണം അപ്പൊ എനിക്ക് നിർബന്ധം. ഞാൻ പറഞ്ഞ എനിക്ക് റമദാൻ തുടങ്ങുമ്പോഴേക്ക് 13 തരം മരുന്ന് കഴിച്ചായിരുന്നു. അപ്പൊ ആ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരത്തിന് എണീക്കാൻ പറ്റണില്ല, തളർച്ച, ക്ഷീണം, അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായെങ്കിലോ എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് മോനെ അതിന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ സഫിയത്താടെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നൗഷാദ് സാറും സഫിയത്ത, റസാഖിക്ക, വേറൊരു ഉസ്താദും കൂടിയിട്ട് അങ്ങനെ അവിടെ വീട്ടിൽ വന്നു. എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, MRI ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത്രയധികം ബുദ്ധിമുട്ടുള്ള റിസൾട്ട് ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ല. എങ്ങനെ MRIയുടെ റിസൾട്ട് ഇതെന്താ നിങ്ങൾക്ക് ഇങ്ങനെ വരാനെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എനിക്ക് ഉപയോഗിച്ച ആദ്യത്തെ ഒരു 20 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്ക് കിട്ടിയ നമ്പറിലൊക്കെ മാറി മാറി വിളിക്കും, ഇത് എന്നെ പോലെ ബുദ്ധിമുട്ടുള്ള വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്താന്നൊക്കെ. അപ്പൊ ശരിയാകുമ്പോ അതിനടക്കം ഞാൻ വിളിച്ചു, ഒരു പരിചയമില്ല, പക്ഷെ നമ്പർ കിട്ടിയപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പേടിക്കണ്ട, 2 മാസമൊക്കെ ആവുമ്പോഴേ കറക്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അൽഹംദുലില്ലാ റമദാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിരുന്ന് ഓതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ തല ഇങ്ങനെ കുനിച്ചു പിടിക്കാനൊക്കെ പാടായിട്ട് അതിനുള്ള സ്റ്റാൻഡൊക്കെ വാങ്ങി തലോന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഓതിയായിരുന്നു. അതൊരു ദിവസം നമുക്ക് കുറച്ച് ഓതാൻ പറ്റുള്ളെങ്കിൽ അത് അവിടുന്ന് ഉള്ള ദിവസങ്ങൾ എനിക്ക് 3 ജ്യൂസ് വരെയൊക്കെ ഓതാൻ അൽഹംദുലില്ലാ സാധിച്ചു. അപ്പൊ ഞാൻ അവരോട് എന്റെ സന്തോഷങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി. പിന്നെ നാട്ടു ശരിക്കും കുനിയില്ലായിരുന്നു കമ്പി എടുക്കണ കാരണം. അപ്പൊ അതും ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, വാഷ് ബേസിൽ നിന്ന് കഴുകുക, കാലിങ്ങനെ പൈപ്പിന്റെ അടിയിലേക്ക് കാട്ടുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന്നൊക്കെ മാറ്റം വന്നു. ശരിക്കും ഒന്നും ചെയ്യാനും ശരിക്കും ഞാൻ ഈ 3 കൊല്ലം മുന്നേ നിസ്കരിച്ചിരുന്ന പോലെ നിസ്കരിക്കാനും പറ്റിയപ്പോ ഞാൻ അൽഹംദുലില്ലാ എനിക്കിനി വേറെ ഒന്നില്ലെങ്കിലും ഇങ്ങനെ സാധിച്ചല്ലോ എന്നുള്ള രീതിയിലായി. അതിനോടൊപ്പം ഇപ്പൊ കഴുത്തിന്റെ പ്രശ്നങ്ങളും കയ്യിന്റെയും ഫുള്ള് മാറിയെന്നല്ല, എന്നാലും ഒരു 75% എനിക്ക് നല്ല മാറ്റമായിണ്ട്. ഞാൻ ഈ റിസ്റ്റ് ബാൻഡ് അപ്പൊ അറിയാലോ, വീട്ടില് ജോലികൾ കുറെ ചെയ്യാതിരുന്നു. പത്തിരി പൊടി കുഴയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ പൊളിക്കുക, അങ്ങനെയുള്ള പൊടി അടക്കം ഇക്കാരം കൊണ്ട് കുഴപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കത് ചെയ്യാൻ നല്ല താല്പര്യമായി. എന്താ വെച്ചെങ്കിൽ തേങ്ങ അടക്കം ഞാൻ മോളോട് പറയുമ്പോ പൊളിച്ചു തരാം മോളെ, ഇപ്പൊ പറ്റും എന്നുള്ള രീതിയിലായി. ഇപ്പൊ ചെയ്യാൻ തുടങ്ങി. പത്തിരി ഉണ്ടാക്കല് കുറച്ചു നാൾ നിർത്തിയതായിരുന്നു, അത് വീണ്ടും തുടങ്ങി. അൽഹംദുലില്ലാ എന്റെ എല്ലാ കാര്യങ്ങൾക്കും നല്ല മാറ്റമായി. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാനായിട്ട് എന്റെ റിസൾട്ട് അയൽവാസികളൊക്കെ കണ്ടിട്ട് അവരിന്നോട്, ഞാൻ അങ്ങോട്ട് പറയണേക്കാളും മുന്നേ അവരിന്നോട് എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹോം മീറ്റിംഗ് വീട്ടിൽ വെച്ചു. അതിലവർ വന്നിട്ട് വന്ന അന്ന് വളരെ കുറച്ച് പേരെ വന്നുള്ളൂ. പക്ഷെ അന്ന് തന്നെ അവർ 5 പ്രൊഡക്റ്റ് വാങ്ങാൻ അവർ തയ്യാറായി. ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പൊ ഈ അറബിന്റെ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ പുറത്ത് ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് ഇപ്പൊ ഒരു 10-12 എണ്ണം ഞാനായിട്ട് ഓരോരുത്തരോട് പറഞ്ഞിട്ട് ആൾക്കാർ വാങ്ങി. എല്ലാവർക്കും അൽഹംദുലില്ലാ അതിൻ്റെതായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മക്കൾക്കായാലും ബാക്കിയുള്ളവർക്കായാലും ഇപ്പൊ എന്നെ ഈ കാണുന്നത്. ഞാൻ ഒരുപാട് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ പറ്റാറില്ലായിരുന്നു. എന്നാലും ഞാൻ പോവും, വന്നാൽ 2 ദിവസം റെസ്റ്റ് എടുക്കണം. ഇന്നിപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. 2 വട്ടം ഇവരുടെ കൂടെ കോഴിക്കോട് പോയി. എവിടെ പോണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്നെ വിളിക്കാനും പറയും. ഇപ്പൊ അങ്ങനെ അൽഹംദുലില്ലാ നല്ല സമാധാനങ്ങളാണ്, സന്തോഷാണ്. അപ്പൊ എല്ലാരും ഇതുപോലെ വാങ്ങിയവർക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങൾ അറിയാലോ. വാങ്ങാത്തവര് വാങ്ങി ഉപയോഗിക്കണം തന്നെയാണ് എനിക്കും പറയാനുള്ളത്.